ശ്രീ അനിൽകുമാർ, ഇപ്പോൾ വലിയൊരു വിഷയമാണ് ഉയർന്നു വരുന്നത്. കാരണം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു കത്താണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഷർഷാദ് ചോദിക്കുന്നത് എങ്ങനെ ഇത് പുറത്തെത്തി എന്നത് പരമപ്രധാനമായ ഒരു ചോദ്യമാണ്. എന്താണ് താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? അല്ല, എന്തായാലും CPM-നെ സംബന്ധിച്ച് എത്രയോ വ്യാജ വാർത്തകൾ ദിവസേന വന്നു പോകുന്നു. ഒരു കുമളിയുടെ ആയുസ് പോലും ഇത്തരം വാർത്തകൾക്കില്ല. പാർട്ടിയിൽ ആരെങ്കിലും ഒരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിപരമായി ഇത് പരിശോധിച്ച് തീർപ്പാക്കാനാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും പാർട്ടി അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. ഒരു നേതാവിന്റെ കാര്യത്തിലും ഒരു സാമ്പത്തിക ക്രമക്കേടും വെച്ച് പൊറിപ്പിക്കുന്ന പാർട്ടിയല്ല CPIM. പാർട്ടിയുടെ ഏത് കമ്മിറ്റികൾക്കും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ത്രാണിയുണ്ട്. അതിന്റെ ഭാഗമായി ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ആരെയും ഊഹാപോഹങ്ങളുടെ ഭാഗമായി ഇരുട്ടിൽ നിർത്തേണ്ടതില്ല. ഞാൻ ഇന്ന് രാവിലെ പത്രത്തിൽ വാർത്ത വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഏതോ ഒരു ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കടലാസിന്റെ അറ്റവും മുറിയും വെച്ചിട്ട് ഒരു വാർത്ത ഉണ്ടാക്കിയതിനപ്പുറത്ത് മറ്റൊരു വാർത്തയും ഞങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് വസ്തുതകൾ എന്താണോ അത് വസ്തുതകൾ കയ്യിലുള്ളവര് ധൈര്യമായി പുറത്തു വിട്ടാൽ പാർട്ടിക്ക് പ്രതികരിക്കാനാവും. അതല്ലാതെ ഇപ്രകാരമുള്ള അറ്റവും മുറിയും എല്ലാം വെച്ചിട്ട് ചില കാര്യങ്ങളുണ്ട് എന്നൊരു ആഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസത്തെ ആയുസ് പോലും അത്തരം കാര്യങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ ഇത്തരം വാർത്തകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കള്ളങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റായ കാര്യത്തോടും സന്ധി ചെയ്യുന്ന പാർട്ടിയല്ല CPIM. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അദ്ദേഹം, അതായത് മുഹമ്മദ് ഷർഷാദ്, ചെന്നൈയിലെ ഒരു വ്യവസായി, അദ്ദേഹം MA ബേബിക്ക് അയച്ച ഒരു കത്ത് ഇത്തരത്തിൽ എങ്ങനെ പുറത്തായി എന്നതടക്കമുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു. അതിലെന്താണ് വിശദീകരണം? അല്ല, ഇവിടെയാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പാർട്ടിക്ക് കത്തുണ്ട് നിങ്ങൾ തന്നെ പറയുക. ചില ആളുകൾ അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പാർട്ടി ചെയ്തു കൊടുത്തില്ലെങ്കിൽ പാർട്ടിയെ കടന്നാക്രമിക്കാൻ അത്തരം ചില ആഖ്യാനങ്ങൾ ഉപയോഗിക്കുക. അതല്ലേ ചെയ്യുന്നത്. ഇപ്പോ പാർട്ടിയോട് ഒരാളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിന് പാർട്ടി വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ ഞങ്ങൾ തീർത്ത് കളയും എന്തരത്തിൽ ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതിന് വ്യവസായികളുണ്ടാവും. അവർ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കും. അപ്പോൾ ഈ UK-യിൽ നിന്ന്, ഈ മധുര പാർട്ടി കോൺഗ്രസിൽ UK-യിൽ നിന്നുള്ള പ്രതിനിധിയെ ഒഴിവാക്കിയത് എന്തിനായിരുന്നു? അന്ന് ഈ നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുമ്പോൾ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ഒരു പരാതി, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാതി പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിരുന്നു എന്ന് CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കം പരസ്യമായി അന്ന് പ്രതികരിച്ചിരുന്നു. അങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. UK-യിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു നേതാവും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് എല്ലാ സമ്മേളനത്തിലും വരാം. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണെങ്കിൽ വരാം. തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണെങ്കിലും അതിനുശേഷം അച്ചടക്ക നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തപ്പെടാം. ഏതൊരാളെ സംബന്ധിച്ചു നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു കാര്യവും പാർട്ടി പൊതുമണ്ഡലത്തിൽ ആളുകളോട് പറയുകയുണ്ടായിട്ടില്ല. പറഞ്ഞു എന്നുള്ളത് തെറ്റായ ആഖ്യാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വ്യാജമായ വാർത്തകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആളുകളുടെ ഓർമ്മയെ പരിശോധിക്കുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങൾ തെറ്റായി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊതുമണ്ഡലത്തിൽ ഒരു പ്രസക്തവുമായ കാര്യങ്ങളല്ല.